ബഹുമാന്യ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയങ്കരായ അധികാരികൾ, ഈ അധികാരികളുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സെമിനാർ പോലെ ഒരു ആദ്യ അനുഭവമാണ്. ഞാൻ ഈ നേരത്തെ നമ്മൾ പറയുന്നത് ഈ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ആഴത്തിലുള്ള പഠനം. ഈ ബഡ്ജറ്റിന്മേൽ ധവളോത്സവം ഇപ്പോൾ കേരളത്തിലെ ന്യൂനതകളുമായി ബന്ധപ്പെട്ട ധവളോത്സവത്തിലെ ആ ധവളോത്സവവുമായി ബന്ധപ്പെട്ട് പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള പ്രാതിനിധ്യക്കുറവും ഒക്കെ പരിശോധിച്ചിട്ടുള്ള ഒരു ചർച്ചയാണ് വളരെ ആശാവമായ ഒരു കാര്യമുണ്ടാകും. ഇത്തരം കാര്യങ്ങൾ നമ്മൾ വിലയിരുത്താറില്ല. ഒരു പട്ടികജാതി ജനങ്ങൾ സംബന്ധിച്ചിടത്തോളം ഇത്തരമുള്ള കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ ചെലുത്താറില്ല. മറ്റ് നിരവധിയായ ചെറിയ ചെറിയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഈ നോൺ പ്ലാനും പറയുമ്പോൾ നോൺ പ്ലാനിലും നമുക്ക് പ്രാതിനിധ്യം വേണം, നമ്മുടെ പ്രാതിനിധ്യം ഉണ്ടായിരിക്കണം പറയുമ്പോൾ അതിന്റെ ശ്രദ്ധപ്പെടുന്ന ഒരു കാര്യം ഈ പാലക്കാട് മെഡിക്കൽ കോളേജ് മുമ്പ് കരുണാകരൻ ഭരിച്ചിരുന്ന സമയത്താണ് നമ്മുടെ പ്രിയദർശിനി ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള പാലാ മെഡിക്കൽ കോഴ്സുകൾ പഠിക്കുന്ന ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ശമ്പളവും നിയമനവും എല്ലാം മറ്റ് ഇതര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പോലെ നിന്നില്ല, പട്ടികജാതി കുട്ടികൾക്ക് വേണ്ടി മാത്രം നൽകുന്നതാണ്. അവിടുത്തെ അധ്യാപകരും എല്ലാം നിയമിക്കുന്നത് PSC ആണ്, ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ്. പക്ഷേ ഈ പാലക്കാട് മെഡിക്കൽ കോളേജിൽ മാത്രം നിയമനം നടത്തിയത് സർക്കാർ നേരിട്ടാണ്. അവിടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരുന്ന ലെജിസ്ലേച്ചർ നിയമനങ്ങൾ ഉൾപ്പെടെ എല്ലാം സർക്കാർ നടത്തുന്നു. പക്ഷെ ശമ്പളം കൊടുക്കേണ്ട പട്ടികജാതി വിഭാഗം. നമ്മുടെ കുട്ടികൾ ഏതെങ്കിലും പഠിക്കുന്നു എന്നുള്ള ഒറ്റ കാരണമുണ്ട്. ആ സ്ഥാപനത്തിന്റെ മുഴുവൻ ചെലവും പട്ടികജാതി വികസന വകുപ്പിൽ നിന്ന് ലഭിക്കുക. അത് നമ്മുടെ ഡെവലപ്മെന്റിനെ വളരെയധികം ബാധിക്കും. വ്യവസായത്തിൽ കൂടെ വിദ്യാഭ്യാസ രംഗത്തെ ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ പോലും ആ സ്ഥാപനം യഥാർത്ഥത്തിൽ ആ സ്ഥാപനത്തിന്റെ നിയമനവും ഇപ്പോൾ എടുത്തിരിക്കുന്ന മുഴുവൻ പ്രൊവൈഡേഴ്സാണ്. നമ്മുടെ ആളുകൾ വളരെ ചുരുക്കമാണ്. ആ മുഴുവൻ ആളുകളുടെ ശമ്പളവും അവിടെയുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നതും എല്ലാ സംവിധാനങ്ങളും കൊടുക്കുന്നത് നമ്മുടെ അക്കൗണ്ടിലാണ്, നമ്മുടെ SC ഫണ്ടിലും. അപ്പോ നോൺ പ്ലാൻ ഇനത്തിൽ നിന്ന് ചെലവഴിക്കേണ്ടുന്ന ആ ബാധ്യത പട്ടികജാതിക്കാരുടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. അത് വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ പഠിക്കുകയും ആ വിഷയത്തിൽ ഗവൺമെന്റിന്റെ നിലപാട് നമുക്കറിയും. ആ ഗവൺമെന്റിനോട് നമുക്ക് അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. ധന്വന്തരി മോഡൽ, പ്രിയദർശിനി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മോഡൽ, അവിടുത്തെ നിയമനങ്ങൾ ഇപ്പൊ അവിടെ LTS ആണ് അഡ്മിഷൻ നടത്തുന്നത്. അതുപോലെ അഡ്മിഷൻ നടത്തുന്ന ആളുകളുടെ ആ കുട്ടികളുടെ പഠിത്തത്തിനും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന തുക നമ്മുടെ പ്ലാൻ ഫണ്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ അവിടെ പഠിപ്പിക്കാനുള്ള സ്ട്രക്ചറുകളെല്ലാം ഒക്കെ ചെയ്യേണ്ടത് കാര്യം ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ ആ ചെയ്യുന്നത് പോലെ തന്നെ പട്ടികജാതി വികസന വകുപ്പിന്റെ കൊടുത്തിരുന്ന ഈ മെഡിക്കൽ കോളേജിന്റെ ദൈനംദിന ചെലവുകളും ശമ്പളവും എല്ലാം അങ്ങനെ കൊടുത്താൽ നോൺ പ്ലാൻ ഇനത്തിൽ ആ തുക ഉതമാകുകയും പ്ലാൻ ഇനത്തിൽ നമുക്ക് ഉൾപ്പെടുത്തിയ തുകയിൽ കുറവുണ്ടാകുക. അത് നമ്മുടെ മറ്റു ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതേപോലെ ഭൂപരിഷ്കരണത്തെ സംബന്ധിച്ച് ഈ ഭൂപരിഷ്കരണത്തെ കുറിച്ച് നമ്മൾ കൂട്ടിഘോഷിക്കുമ്പോ രാജമാണിക്യം എന്ന് പറയുന്ന വലിയ ഒരു വ്യക്തിയെ കുറിച്ച് സ്ഥിരം പറയുന്നു. രാജമാണിക്യം ഈ പട്ടികജാതി വികസന വകുപ്പിൽ രാജമാണിക്യമാണ് ഏറ്റവും കുഴപ്പമുണ്ടാക്കിയിട്ടുള്ള ഒരാളെന്നാണ് എന്റെ വിശ്വാസം. രാജമാണിക്യത്തിന് ശേഷം ഗോപാലകൃഷ്ണൻ ശേഷം ഇപ്പോൾ ശ്രീ ഇവരെല്ലാം വെറുതെ ഈ കോഴ്സുകൾ നടത്തി നൈപുണ്യ വികസന പദ്ധതിയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കോഴ്സുകൾ നടത്തി കോടിക്കണക്കിന് രൂപ കൊള്ളയടിക്കൊണ്ടിരിക്കും. അവിടെ നടത്തിയ ഒരു പ്രത്യേകമായ കുറെ ആളുകളെ അതിനകത്ത് നിയമിച്ച് ആ ആളുകളിലൂടെ കുട്ടികൾക്ക്
കോഴ്സുകൾ നടത്തുന്നു എന്ന കാര്യമില്ല. യാതൊരു അംഗീകാരമില്ലാത്ത ട്രെയിനിങ് കോളേജിൽ വെച്ച് നടത്തിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ആളുകൾക്ക് ഉപയോഗപ്പെടുത്തേണ്ട തുകയാണ്. അല്ലെങ്കിൽ ഇത് ഞാൻ ഈ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അവിടെ ഒരു സെക്യൂരിറ്റി കോഴ്സിന്റെ ട്രെയിനിങ് ആണ്. ഒരു കുട്ടിക്ക് ഏകദേശം 45,000-50,000 രൂപ മുടക്കിയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. 10,000 കുട്ടികൾക്ക്. പക്ഷെ ആ ട്രെയിനിങ് ഉള്ള സ്ഥാപനം കോഴിക്കോടുള്ള ഒരു അംഗീകാരമില്ലാത്തൊരു മുസ്ലിം സ്ഥാപനം. അവിടുത്തെ സർട്ടിഫിക്കറ്റ് അതിന് വരികയില്ല. ആ സർട്ടിഫിക്കറ്റ് എംപ്ലോയ്മെന്റിൽ കൊണ്ടുവന്ന് അവിടെ രജിസ്റ്റർ ചെയ്ത് മറ്റൊരു ഉദ്യോഗസ്ഥരും അത് അവർക്ക് സമർപ്പിക്കാൻ കഴിയുന്നില്ല. അവർക്ക് ജോലിയില്ല. ഇത് പറഞ്ഞിരുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ സെക്യൂരിറ്റിയായി നിയമിക്കുമെന്ന് പറഞ്ഞാണ് ഈ കുട്ടികളെ മുഴുവൻ ട്രെയിനിങ്. ഒരു 3-4 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കും. ആ തുക മുഴുവൻ പട്ടികജാതി വികസനത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട തുക ഇതുപോലെ കോഴ്സ് നടത്തി പട്ടികജാതിക്കാരുടെ കോഴ്സ് പണ്ട് നമ്മളെ നെയ്യം സ്കൂളുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നുള്ളത് അല്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആധുനിക കുറെ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് മസാല സെന്ററുകൾ പോലുള്ള സെന്ററുകൾ ട്രെയിനിങ് അടുത്ത കാലത്തായി ഇവിടെ ഈ ജോലി ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇതൊരു വലിയ തട്ടിപ്പാണ് നടക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം. നമ്മുടെ ഫണ്ടുകൾ സ്വതമാക്കി കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് എന്തായാലും നേരത്തെ അവിടെ പറഞ്ഞതുപോലെ സംസാരിക്കാൻ പറ്റുന്ന ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞത് തന്നെ. അപ്പോൾ സംസാരിക്കേണ്ടതുണ്ട് പല കാര്യങ്ങളെ സംബന്ധിച്ച്. ഇതുവരെയുള്ള കൺസെപ്റ്റിന് വിരുദ്ധമായി പല കാര്യങ്ങളും നമുക്ക് ഗവൺമെന്റുമായി ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മുടെ വിഷയങ്ങൾ വരുമ്പോൾ ഇപ്പൊ ഈ പ്ലാനിംഗ് ബോർഡുകളിൽ നമ്മുടെ പദ്ധതികൾ തയ്യാറാക്കുന്ന കാര്യത്തിലൊക്കെ പട്ടികജാതിക്കാരുടെ പ്രാതിനിധ്യം ഇല്ലാതെ പ്ലാൻ ഉണ്ടാക്കും. അവർക്ക് തോന്നുന്ന പോലെ പ്ലാൻ ഉണ്ടാകും. അത് തോന്നുന്ന പോലെ യൂട്ടിലൈസ് ചെയ്യും. നമുക്കത് അഭിപ്രായം പറയാനുള്ള കാരണം ഒരു ഇതുമില്ല. ഉപദേശക സമിതി എന്ന് പറഞ്ഞാൽ സംഘടിപ്പിക്കുന്ന ഞാനിപ്പോ ഈ അടുത്ത ദിവസം വിശ്വമായി സംസാരിക്കുമ്പോൾ ഞാൻ പറയും ഈ ഉപദേശക സമിതികളെ നോക്കുന്നതിനായി നിങ്ങൾ വെക്കരുത്. ഉപദേശക സമിതികൾ വെക്കുന്നെങ്കിൽ ആ ഉപദേശക സമിതികൾ നമ്മൾ വിഷയങ്ങൾ പട്ടികജാതി വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയാണ്. ആളുകളുടെ അഭിപ്രായം പറയാനോ അത് കേൾക്കാനുള്ള സെഗ്മെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഉപദേശക സമിതി വെക്കാവൂ. അല്ലാതെ വെറുതെ കുറെ ഉപദേശക സമിതികളെന്ന് പറഞ്ഞ് പട്ടികജാതിക്കാരുടെ ആളുകൾ വിളിച്ചിരുത്തി നമ്മുടെ രാഷ്ട്രീയ കൈകളിച്ച് ചായയൊക്കെ വാങ്ങിക്കൊണ്ട് കോൺഫറൻസ് ഒക്കെ നടത്തി പോകുന്നതല്ലാതെ മൗലികമായ നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇതുപോലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അപ്പൊ അത്തരം കാര്യങ്ങളിൽ ചർച്ച ഉണ്ടാകുന്നതിന് നമ്മുടെ ഇതുപോലുള്ള സംരംഭങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് ഇത് സംഘടിപ്പിച്ച ADF ഞാൻ ADF മെമ്പറായി കൂടെയില്ലെങ്കിലും ഈ പ്രവർത്തനങ്ങളെ വളരെ ആശയോടുകൂടി കാണുന്ന ഒരാളാണ്. പലതരം പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പല വിഭാഗങ്ങളായി ചെയ്യുന്നു. എല്ലാവരും ഓരോ അവരവരുടെ ജോലി ചെയ്യുന്നു. ഭൗതികമായ നിലവാരത്തിലേക്ക് ആളുകളെ എത്തിക്കാൻ ഇത്തരത്തിലുള്ള ചർച്ചകൾക്കും കാര്യങ്ങൾക്ക് കഴിയുന്നത് ഗീതാനന്ദ മാഷ പോലുള്ള ഒരാളിനെ കഴിയുന്നത് തന്നെ എനിക്ക് നല്ല ആത്മാർത്ഥമായ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. തുടർന്നും കേരളത്തിൽ എല്ലായിടത്തും ഇത്തരം ക്ലാസ്സുകൾ എടുത്ത് മറ്റു പട്ടികജാതി സംഘടനകളിലേക്ക് ആളുകളിലേക്ക് വിളിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തായി. ഇതൊക്കെ ഇപ്പൊ പ്രവർത്തകർ ഞാൻ പട്ടികജാതി സംയുക്ത സമിതി നയിക്കുമ്പോൾ ഒരു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ബാങ്ക് ജീവനക്കാരനായിട്ട് റിട്ടയറായി വന്ന ഒരു സംഘടന പ്രസിഡന്റായാണ്. അദ്ദേഹം പറഞ്ഞത് 2,000 കോടി രൂപ വെച്ചാൽ നമുക്ക് 2,000 കോടി നമുക്ക് തരുന്നില്ല. നമുക്കതിന് വിഹിതം കിട്ടുന്നില്ല. വിഹിതം 10% കിട്ടണമെന്നില്ല. അത് പുള്ളിയോട് ഞാൻ പറഞ്ഞ അങ്ങനെ അല്ലാതെ പ്ലാൻ ഫണ്ട് നോൺ പ്ലാനിലാണ് ഇത്രയും തുക പോകുന്നത്. പ്ലാനിന്റെ 10% കിട്ടുന്നത്. പുള്ളിക്ക് എത്ര പറഞ്ഞു മനസ്സിലായിട്ട് അദ്ദേഹം പട്ടിക സംഘടന അങ്ങനെയൊന്നും പറയും. 10 വർഷമായി നമുക്ക് കിട്ടുന്നത്. നമുക്ക് മുഴുവൻ തുകയുടെ കേരളം ബഡ്ജറ്റിന്റെ 10% കിട്ടണമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അപ്പൊ ബഡ്ജറ്റിലെ പ്ലാനിന്റെ 10% നോക്കുള്ളത്. നമ്മളിപ്പോ പുതിയ വാദത്തിലേക്ക് നോൺ പ്ലാനിന്റെ 10% നമുക്ക് ലഭിക്കണമെങ്കിൽ ഒന്ന് നമുക്ക് ഉദ്യോഗങ്ങൾ ഉണ്ടാവും, പട്ടികജാതിക്ക് ഉദ്യോഗം ഉണ്ടാവണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മെഡിക്കൽ കോളേജ് അടക്കമുള്ള സ്ഥാപനങ്ങൾ അല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന തുകകൾ ഉപയോഗിക്കാൻ കഴിയണം. എങ്കിലേ നോൺ പ്ലാൻ വരുള്ളൂ. നമ്മൾ നോൺ പ്ലാൻ തുകയും കൂടി അവകാശപ്പെടുന്ന തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്ന ഒരുപാട് നേതാക്കന്മാർ അത്തരം ആളുകളെയൊക്കെ തെളിഞ്ഞു പിടിച്ച് ഈ ബഡ്ജറ്റിന്റെ വിഹിതങ്ങളെ കുറിച്ചും അതിന്റെ അലോക്കേഷനെ കുറിച്ചും നമുക്ക് അത് എത്രത്തോളം ഒരു വർഷം കിട്ടുന്നു, എത്ര വർഷം കിട്ടാതെ പോകുന്നു, എങ്ങനെയാണ് ഫണ്ട് ലാഭമാകുന്നത്. ഇപ്പൊ പുതിയ ഗവൺമെന്റ് നമുക്ക് അഡീഷണൽ തുകകൾ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ ബഡ്ജറ്റ് പറയുന്നത്. അപ്പൊ കൃത്യമായി ആ തുകകൾ അനുവദിപ്പിക്കാൻ
അതുപോലെ ഈ ഭവന നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന റേറ്റുകൾ മാറ്റുന്നതിന് വളരെ ടെക്നിക്കലായി തന്നെ പഠനം നടത്തി അതിനെ ഒരു കൺസ്ട്രക്ഷൻ ഇത്ര സ്ക്വയർ ഫീറ്റ് ഇത്ര രൂപ ചെലവഴിക്കുന്നതാണ്. നമ്മളെല്ലാം സാധാരണ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരല്ല, നമ്മളൊന്നിൽ മലയുടെ മുകളിൽ അല്ലെങ്കിൽ ചതുപ്പ് കഴിയുന്ന ഭൂരിപക്ഷം ആളുകളുടെ കൺസ്ട്രക്ഷൻ റേറ്റിനെ സംബന്ധിച്ച് വളരെ കാര്യമായി. കാരണം നമ്മളൊരു ഒരു വർഷം 2000 വീട് നിർമ്മിച്ച് തരാമെന്ന് പറയുന്നതിൽ കാരണമില്ല, കാര്യമില്ല. 1000 വീട് നിർമ്മിച്ചാൽ മതി. പക്ഷെ നിർമ്മിക്കുന്ന വീടുകൾ പരിപൂർണമായി ഒരാളിന് ജീവിക്കാൻ കഴിയും താമസിക്കാൻ തരത്തിലുള്ള ഭാഗമായ വീടുകൾ നിർമ്മിക്കുന്ന തുകവകയുള്ള ചർച്ചകളും ഉണ്ടാകണം. ഈ പ്ലാൻ ബോർഡിനകത്ത് പട്ടികജാതി പ്ലാനുകൾ തയ്യാറാക്കുന്ന കാര്യത്തിൽ നമ്മുടെ ഒരു പ്രാദേശിക ഉണ്ടാകുന്ന തരത്തിൽ ഗവൺമെന്റുകളുമായി എല്ലാ സംഘടനകളും ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും അതിനകത്ത് ഇടപെടാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ആശംസകൾ അവസാനിപ്പിച്ചു. Dhamma News Channel.